Hi, welcome to Lash Class. BA second semester Advanced English Language Skills for Literatures-ലെ എക്സെപ്റ്റ് ഫ്രം ടോട്ടൽ എക്ലിപ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. അമേരിക്കൻ ഓതർ ആനി ഡില്ലാർഡ് എഴുതിയിട്ടുള്ളൊരു എസ്സേ ആണ്. ഒരു സൂര്യഗ്രഹണം കണ്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ ഒരു എക്സ്പീരിയൻസും അതുമായി ബന്ധപ്പെട്ട തോട്ട്സുമാണ് ഈ എസ്സേയിൽ ഷെയർ ചെയ്യുന്നത്. കുറച്ച് ഫിലോസഫിക്കലായിട്ടുള്ള റിഫ്ലക്ഷനാണ്. എന്നാൽ ഫിലോസഫിക്കലാണ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പേടിക്കേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല. കുറച്ചൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തോട്ട്സൊക്കെ തന്നെയാണ് അവർ പങ്കുവയ്ക്കുന്നത്. ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നിയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. നമ്മൾ ഒരുപക്ഷെ ഈ രാത്രിയൊക്കെ ഒരുപാട് നക്ഷത്രങ്ങളെയൊക്കെ കാണുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാം, എത്ര നക്ഷത്രങ്ങളാണ് ഈ ലോകത്തുള്ളത്, അതൊക്കെ എത്ര ദൂരെയാണ്, അതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് നമ്മളൊക്കെ എത്ര ചെറുതാണ്, അല്ലെങ്കിൽ ലോകം എത്ര വലുതാണ് എന്ന രീതിയിലൊക്കെ നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫിലോസഫിക്കലായിട്ടുള്ളൊരു റിഫ്ലക്ഷനാണ് ഈ ഒരു സൂര്യഗ്രഹണം കണ്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഓതർ ഷെയർ ചെയ്യുന്നത്. നമ്മളിവിടെ ഈ ചാപ്റ്ററിൻ്റെ ഒരു സമ്മറിയും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. The essay presents the overwhelming experience of witnessing a total solar eclipse. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സൂര്യഗ്രഹണം കണ്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഓതർ ഇവിടെ ഷെയർ ചെയ്യുന്നത്. The author recalls how the sun slowly disappeared as a huge black shape moved across it. അപ്പോൾ ഈ സൂര്യഗ്രഹണം കാണുന്നൊരു കാഴ്ചയാണ് അവർ തുടക്കത്തിൽ വിവരിക്കുന്നത്. ഒരു കറുത്തൊരു രൂപം ഇങ്ങനെ സൂര്യനെ മറച്ചുകൊണ്ട് ഇങ്ങനെ ആകാശത്ത് വരുന്ന ആ ഒരു കാഴ്ചയൊക്കെ അവരിങ്ങനെ വിവരിക്കുന്നു. The dark object did not resemble the moon at all. Instead, it appeared strange, unnatural, and frightening, like a giant lid or a dragon riding across the sky. അപ്പോൾ ഈ സൂര്യനെ മറയ്ക്കുന്ന ഈ ഒരു കറുത്ത രൂപം എന്ന് പറയുന്നത് നമ്മുടെ മൂൺ അല്ലെങ്കിൽ ചന്ദ്രനാണ് എന്നുള്ളത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നില്ല എന്നാണ് അവർ പറയുന്നത്. നമുക്കൊക്കെയും അറിയാം സൂര്യഗ്രഹണത്തിനകത്ത് സംഭവിക്കുന്നത് ചന്ദ്രനാണ് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന പ്രകാശത്തെ തടയുന്നത് എന്നുള്ളത്. പക്ഷെ നമുക്കത് സയന്റിഫിക് ആയിട്ട് അത് വായിച്ചും കേട്ടൊക്കെ നമുക്ക് അറിയുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഒരു ധാരണയുള്ളത്. നമ്മൾ സൂര്യഗ്രഹണം കാണുന്ന സമയത്ത് അത് ചന്ദ്രനാണ് നമുക്ക് തോന്നുകയില്ല. ഒരു ജയന്റ് ലിഡ് എന്നാണ് അവർ പറയുന്നത്. ഒരു വലിയൊരു അടപ്പ് കൊണ്ട് സൂര്യനെ അടച്ചു വെച്ചിരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു ഡ്രാഗൺ ഇങ്ങനെ മൂവ് ചെയ്യുന്ന പോലെയൊക്കെയാണ് ആ ഒരു കാഴ്ച കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് എന്ന് അവർ പറയുന്നു. Annie Dillard says that if people throughout history had suddenly seen such a sight without scientific explanation, they might have died of fear. പിന്നീട് അവർ പറയുന്നത് ആളുകൾക്ക് ഇത് സയന്റിഫിക് ആയിട്ട് ഇത് മൂൺ വന്നിട്ട് സണ്ണിനെ കവർ ചെയ്യുന്നതെന്ന് അറിയുന്നത് കൊണ്ടാണ് ഒരു ഭയമില്ലാത്തത്. ഈ ഒരു കാര്യം നമുക്ക് അറിയില്ലായിരുന്നെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ കറുത്തു പോകുന്നു, സൂര്യൻ്റെ വെളിച്ചം ഇങ്ങനെ ഇല്ലാതാവുന്നൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകാശം ഇടിഞ്ഞു വീഴുന്നതൊക്കെ പറയുന്ന പോലെ നമ്മൾ ഒരു പക്ഷേ പേടിച്ച് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കും എന്നവർ പറയുന്നു. The eclipse destroys the normal sense of meaning and security that human beings depend on. അപ്പോൾ ഈ ഒരു എക്ലിപ്സിന്റെ എഫക്റ്റ് ആയിട്ട് അവർ പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രപഞ്ചത്തെ കുറിച്ചിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ, എത്ര വലുതാണ് ഈ പ്രപഞ്ചമെന്നും അതിനൊക്കെ മുന്നിൽ നമ്മൾ എത്ര ചെറുതാണെന്നുള്ള കാര്യങ്ങളൊക്കെ അതുവരെ ചിന്തിക്കാത്ത ആളുകൾ പോലും ഈ ഒരു സന്ദർഭത്തിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമ്മളൊക്കെ വളരെ നിസ്സാരമാണ് എന്നുള്ളൊരു തോന്നലൊക്കെ നമുക്ക് ഉണ്ടാവും. നമ്മുടെ സെക്യൂരിറ്റിയൊക്കെ അത് ബാധിക്കും എന്ന തരത്തിലാണ് അവർ പറയുന്നത്. The author explains that the experience of the eclipse was not simply fascinating but emotionally devastating. പിന്നീട് അവർ പറയുന്നത് ഈ ഒരു കാഴ്ചയെ വിവരിച്ചു കഴിഞ്ഞു, അത് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ടൊരു കാഴ്ചയാണ്, എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ ഇമോഷണലി കൂടി അഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണെന്ന് അവർ പറയുന്നു. ഷീ കമ്പയർസ് ഇറ്റ് ടു സീയിങ് മഷ്റൂം ക്ലൗഡ്സ് റൈസിങ് ആഫ്റ്റർ എ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ. അപ്പോൾ ഈ ഒരു കാഴ്ചയുടെ ഭീകരതയെ അവർ കമ്പയർ ചെയ്യുന്നത് മഷ്റൂം ക്ലൗഡ്സ് ആയിട്ടാണ്. നിങ്ങൾ ഒരുപക്ഷെ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. അതായത് ഈ അണുബോംബ് വീഴുന്ന സമയത്ത്, ആറ്റം ബോംബ് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കുട പോലെ അല്ലെങ്കിൽ ഒരു കൂൺ പോലെ ഇങ്ങനെ വലിയ പുക ഇങ്ങനെ ഉയരുന്ന ഫോട്ടോസ് അല്ലെങ്കിൽ ദൃശ്യങ്ങൾ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഭീകരമായിട്ടുള്ളൊരു കാഴ്ചയാണിത് എന്നവർ പറയുന്നു. Such a sight would be so terrible that ordinary human ideas of importance and significance would become meaningless. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഫിലോസഫിക്കൽ പോയിന്റിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇത്തരം ഒരു കാഴ്ചയൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വലിയ പ്രപഞ്ചത്തിന് മുമ്പിൽ മനുഷ്യരൊന്നും ഒന്നുമല്ല, നമ്മളൊക്കെ വളരെ നിസ്സാരമാണ്, ഇത് വളരെ വലിയൊരു ലോകമാണ് എന്നുള്ള ആ ഒരു ചിന്തയൊക്കെ ആളുകൾക്ക് ഉണ്ടാവും എന്നവർ പറയുന്നു. ഡ്യൂറിങ് ദി എക്ലിപ്സ് the world itself appeared transformed into something lifeless and unfamiliar. പിന്നീട് ഈ ഒരു സൂര്യഗ്രഹണം നടക്കുന്ന സമയത്ത് ലോകം തന്നെ നിശ്ചലമായി പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത് എന്നവർ ഓർമ്മിക്കുന്നു. Darkness covered the hills, silence spread everywhere,
and the remaining ring of light in the sky look like the remains of some distant catastrophe. അപ്പോൾ ആകെ ഇരുട്ട് പടരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു, എല്ലാം നിശബ്ദമാകുന്നു. അതായത് പക്ഷി മൃഗാദികൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെയും ഈ ഒരു ഗ്രഹണ സമയത്ത് അതിൻ്റെ ഒരു ഭീകരാവസ്ഥയിൽ നിശബ്ദമായിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മനുഷ്യരാണെങ്കിൽ തന്നെയും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിർത്തിവെച്ചുകൊണ്ട് അതിന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. നമുക്കറിയാം, നമ്മൾ വാർത്തകളിലും മറ്റൊക്കെ കേൾക്കാറുണ്ട്, അത് തെറ്റായിട്ടുള്ളതും ശരിയായിട്ടുള്ളതുമായിട്ടുള്ള പല വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതായത് ഗ്രഹണ സമയത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ മനുഷ്യരും മൃഗങ്ങളെല്ലാം തന്നെയും നിശ്ചലമാകുന്ന, ലോകം തന്നെ നിശ്ചലമാകുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു എക്ലിപ്സ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നവർ ഓർക്കുന്നു. ദെൻ ഇനി ബാക്കിയായിട്ടുള്ള ഒരു വളയം പോലെ, സൂര്യനെ പൂർണ്ണമായിട്ടും മറയ്ക്കാൻ വേണ്ടി ചന്ദ്രന് കഴിയുന്നില്ല, ഒരു വളയം പോലെ സൂര്യൻ അവശേഷിക്കുന്നുണ്ട്. അതെന്തൊരു ദുരന്തത്തിന്റെ ബാക്കി പത്രം പോലെയാണ് അവശേഷിക്കുന്നത്, അത് സൂര്യനാണെന്ന് തോന്നുകയില്ല എന്ന് അവർ പറയുന്നു. ദി ഓതർ സജസ്റ്റ് ദാറ്റ് beneath human fear and confusion there still exists a deeper bond that connects people through shared care and existence, though this feeling is difficult to explain scientifically. എന്നാൽ ഇങ്ങനൊരു സാഹചര്യത്തിലും, ലോകം നിശ്ചലമാകുന്ന സാഹചര്യത്തിലും മനുഷ്യർക്കിടയിൽ ഒരു പരസ്പര സഹകരണത്തിൻ്റെയും അതുപോലെ തന്നെ മനുഷ്യർ തമ്മിലൊരു കണക്ഷനും ഈ ഒരു അവസരത്തിൽ കാണാൻ വേണ്ടി സാധിക്കും എന്നവർ പറയുന്നു. അത് നമുക്കറിയാം, ഒരു ദുരന്തമൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, ഒരു പ്രകൃതി ദുരന്തമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആളുകളെല്ലാം തന്നെ ഈ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിക്കൊണ്ട് പരസ്പരം സഹകരിക്കുകയും പരസ്പരം സഹായിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ ഒരു ഭീകരാവസ്ഥ ഉള്ളപ്പോഴും അതുപോലെ തന്നെ ലോകം നിശ്ചലമാവുന്ന സമയത്തും ഈ ഒരു ഗ്രഹണ സമയത്തും ഇതുപോലെ മനുഷ്യർ തമ്മിലുള്ള പരസ്പരമുള്ള സഹകരണവും സ്നേഹവും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടി അവർ കണ്ടതായിട്ട് ഓർമ്മിക്കുകയാണ്. ദ പാസേജ് ഓൾസോ റിഫ്ലെക്ട്സ് ഓൺ ദ ലിമിറ്റേഷൻസ് ഓഫ് ഹ്യൂമൻ പെർസെപ്ഷൻ. പിന്നീട് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള മനുഷ്യരുടെ പരിമിതിയെക്കുറിച്ച് കൂടി അവർ സംസാരിക്കുന്നുണ്ട്. The author says that photographs of eclipses fail to capture the true emotional power of the event because cameras reduce it into something small, neat and decorative. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് അവർ പറയുന്നത്, ഈ ഒരു സൂര്യഗ്രഹണത്തിന് ശേഷം പിന്നീട് പത്രങ്ങളിലും മാഗസിനിലും എല്ലാം ഇതിൻ്റെ ഫോട്ടോസ് എല്ലാം വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ടെലസ്കോപ്പും ക്യാമറയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എടുത്തിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കും. അതിനകത്ത് ഈ ഒരു ഗ്രഹണത്തിൻ്റെ ചിത്രം ലഭിക്കും. പക്ഷേ ആ ചിത്രങ്ങൾക്ക് ഇതിൻ്റെ ഒരു ട്രൂ ഇമോഷണൽ പവർ ലഭിക്കുന്നില്ല എന്ന് അവർ പറയുന്നു. നേരത്തെ അവർ സൂചിപ്പിച്ച ഈ ഒരു ദൃശ്യം നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ഫീല് ഈ ഫോട്ടോസിനൊന്നും ലഭിക്കുന്നില്ല. അത് മനുഷ്യർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ഒരു പരിമിതിയാണെന്ന രീതിയിൽ അവർ പറഞ്ഞു വയ്ക്കുന്നു. ഇൻ റിയാലിറ്റി ദി എക്ലിപ്സ് ഫിൽഡ് ദ സ്കൈ വിത്ത് ടെറർ ആൻഡ് സ്ട്രേഞ്ച്നെസ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് സൃഷ്ടിക്കുന്ന ഒരു അപരിചിതത്വം, അതുപോലെ തന്നെ ഒരു ഭയം അത് സൃഷ്ടിക്കുന്നതൊന്നും നമുക്ക് ഫോട്ടോയിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല എന്നവർ പറയുന്നു. The author compares the eclipse to distant cosmic events such as the exploding Crab Nebula and to slow-growing lichens. പിന്നീട് മനുഷ്യരുടെ ഈ ഒരു പെർസെപ്ഷനിലുള്ള പരിമിതി, കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, പ്രത്യേകിച്ച് പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള മനുഷ്യരുടെ പരിമിതിയുടെ മറ്റ് ഉദാഹരണങ്ങൾ അവർ പറയുകയാണ്. ഒന്ന് പറയുന്നത് എക്സ്പ്ലോഡിങ് ക്രാബ് നെബൂല, അതായത് നമ്മുടെ ആകാശത്ത് ഒരുപാട് ദൂരെയുള്ള നക്ഷത്ര സമൂഹങ്ങൾ, നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കുന്നതുണ്ട്, നക്ഷത്രങ്ങൾ കത്തുന്നതുണ്ട്. ഈ ഗാലക്സികളും ലക്ഷക്കണക്കിന് കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത്രയധികം വേഗത്തിൽ സഞ്ചരിക്കുന്നതാണെങ്കിലും നമ്മൾ ഓരോ ദിവസവും രാത്രി ആകാശത്ത് നോക്കുന്ന സമയത്ത് അത് നീങ്ങുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. യഥാർത്ഥത്തിൽ ഈ ആകാശത്തുള്ള പല ഗോളങ്ങളും എല്ലാം തന്നെയും ലക്ഷക്കണക്കിന് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു 10 വർഷം മുമ്പ് എടുക്കുന്ന ഒരു ചിത്രവും ഇപ്പോൾ എടുക്കുന്ന ചിത്രവും നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കതിൽ വ്യത്യാസം മനസ്സിലാവുന്നില്ല. അതിന് കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാൾ എത്രയോ വലിയ വ്യാപ്തിയാണ് ഈ ലോകത്തിനുള്ളത് എന്നുള്ളത് കൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയാത്തത്. അപ്പോൾ അതുപോലെ ഈ ഒരു സൂര്യഗ്രഹണത്തിന്റെ വ്യാപ്തിയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്താണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. പിന്നെ മറ്റൊരു ഉദാഹരണം അവർ പറയുന്നത് ലിച്ചൻസിൻ്റെതാണ്. ലിച്ചൻ എന്ന് പറയുന്നത് ഈ ഫംഗസ്, ആൽഗ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പായൽ എന്നൊക്കെ പറയുന്ന ഒരു തരം സസ്യമാണ്. അതും ഇതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം നോക്കുമ്പോഴും ഈ വർഷം നോക്കുമ്പോഴും അത് അതുപോലെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അത് വളരുന്നുണ്ട്, അതിൽ കോശവിഭജനം നടക്കുന്നുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല. അപ്പോൾ 2 എക്സ്ട്രീമാണ് പറയുന്നത്. ഒന്ന്, വലിയ വലിയ ഗാലക്സികൾ ഇങ്ങനെ സഞ്ചരിക്കുന്നത്
നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് പറയുന്നത്. മറ്റൊന്ന് ചെറിയ ചെറിയ ഈ പായൽ അല്ലെങ്കിൽ ആൽഗെ, ഫംഗസ് പോലുള്ള കാര്യങ്ങൾ അതിൻ്റെയും സഞ്ചാരം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ വളരെ വലുതും വളരെ ചെറുതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു പെർസെപ്ഷൻ്റെ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആണ് ഈ പ്രപഞ്ചത്തിലുള്ളത് എന്നവർ പറഞ്ഞു വയ്ക്കുന്നു. അതുപോലുള്ളൊരു കാര്യമാണ് ഈ ഒരു സൂര്യഗ്രഹണവും എന്നാണ് അവർ പറയുന്നത്. These things continue changing and moving even though they appear motionless to human eyes. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വലിയ ഗാലക്സികളാണെങ്കിൽ അതിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ഇനി ചെറിയ ഫംഗസും ആൽഗയൊക്കെ ആണെങ്കിൽ അതിനകത്തും ചേഞ്ചുകൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇത് രണ്ടും നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു വ്യത്യാസവും അനുഭവപ്പെടുന്നില്ല. ഇതെല്ലാം മനുഷ്യരുടെ ഒരു സാധ്യതകൾക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. In the final section, the eclipse becomes a vision of death and eternity. ഇനി എസ്സേയുടെ അവസാന ഭാഗത്ത് ഈ ഒരു ഗ്രഹണത്തെയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിശ്ചലമായിട്ടുള്ള ഇരുണ്ട അവസ്ഥയെയും അവർ മരണവുമായിട്ടും അതുപോലെ തന്നെ അനശ്വരതയുമായിട്ടൊക്കെയാണ് ബന്ധപ്പെടുത്തുന്നത്. ദി ഡാർക്കൻഡ് എർത്ത് ആൻഡ് സ്കൈ സീം ലൈക്ക് ദ മെമ്മറീസ് ഓഫ് ദ ഡെഡ് വെർ എവറിത്തിങ് വൺസ് ലവ്ഡ് ഹാസ് ഫേഡഡ് അവേ. അപ്പോൾ ആ ഗ്രഹണ സമയത്തുള്ള ആ ഒരു ഇരുണ്ട നിശ്ചലമായ അവസ്ഥയെ അവർ മരണത്തോടും അതുപോലെ മരണപ്പെട്ട ആളുകളുടെ ഓർമ്മയോടുമാണ് അവർ ബന്ധപ്പെടുത്തുന്നത്. The author imagines humanity standing isolated on dark hills after the end of the world, unable to even remember the faces and places once cherished in life. അപ്പോൾ ഈ സൂര്യഗ്രഹണ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ നിശ്ചലമായ ഇരുണ്ടൊരു അവസ്ഥയെ അവരൊരു അപ്പോക്കലിപ്സുമായിട്ട് അല്ലെങ്കിൽ ലോകാവസാനത്തോടാണ് അവർ ബന്ധപ്പെടുത്തുന്നത്. അതായത് ഇപ്പോൾ സൂര്യൻ ഒരു ദിവസം തീർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഒരു ലോകാവസാനം മറ്റെന്തെങ്കിലും രീതിയിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇതുപോലൊരു സാഹചര്യമായിരിക്കും ഉണ്ടായിരിക്കുക. അതിൻ്റെ ഒരു സാമ്പിൾ പോലെയാണ് ഈ ഒരു അവസ്ഥ എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നു. ദി എക്ലിപ്സ് ദസ് ബിക്കംസ് മോർ ദാൻ ആൻ ആസ്ട്രോണമിക്കൽ ഇവന്റ്. ഇറ്റ് ബിക്കംസ് എ പവർഫുൾ മെഡിറ്റേഷൻ ഓൺ ഫിയർ, മൊർട്ടാലിറ്റി, ലോൺലിനെസ്, മെമ്മറി ആൻഡ് ദ ഫ്രജൈൽ പ്ലേസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഇൻ ദ യൂണിവേഴ്സ്. അപ്പം അത്തരത്തിൽ അവർ ഈ ഒരു എക്ലിപ്സിനെ കാണുന്നത് ഒരു ആസ്ട്രോണമിക്കൽ ഇവന്റ്, അതല്ലെങ്കിൽ ഒരു പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇവന്റ് എന്ന രീതിയിൽ മാത്രമല്ല, നമ്മുടെ ഭയവുമായിട്ടും നമ്മുടെ മോർട്ടാലിറ്റി, അതായത് നമ്മളെല്ലാം നശ്വരരാണ്, ഒരു ദിവസം നമ്മൾ ഇല്ലാതാകേണ്ടവരാണ് എന്നുള്ള ആ ഒരു ധാരണ, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഒറ്റപ്പെടൽ, നമ്മുടെ ഓർമ്മകൾ, അതുപോലെ തന്നെ ഈ വലിയ പ്രപഞ്ചത്തിന് മുമ്പിൽ മനുഷ്യരെല്ലാം എത്ര ചെറുതാണ് തുടങ്ങിയിട്ടുള്ള ചിന്തകൾ, അത്തരം ഫിലോസഫിക്കലായിട്ടുള്ള റിഫ്ലക്ഷനുമായിട്ട് അവരിതിനെ ബന്ധപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. സോ പൊതുവിൽ ഈ ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്, ഒന്ന്, നമ്മൾ പ്രകൃതിയെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിനകത്ത് നമ്മുടെ സ്ഥാനം എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രകൃതിക്ക് മുന്നിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് മുമ്പിൽ നമ്മൾ എത്ര ചെറുതാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ള ഒരു പോയിന്റ് ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞു വെക്കുന്നു. മറ്റൊന്ന്, മനുഷ്യരുടെ മനസ്സുമായി ബന്ധപ്പെടുത്തുന്നൊരു പോയിന്റാണ്. അതായത് ഇത്തരത്തിലൊരു എക്ലിപ്സ് കാണുന്ന ഒരു സന്ദർഭം നമ്മുടെ ഓതറിന്റെ മനസ്സിൽ ഇത്തരത്തിലുള്ള ചിന്തകളും ഇത്തരത്തിലുള്ള ഫീലിങ്സും ഒക്കെയാണ് സൃഷ്ടിച്ചത്. അപ്പോൾ ഏതെല്ലാം തരത്തിലാണ് ഓരോ സംഭവങ്ങളും മനുഷ്യരുടെ മനസ്സിനെ അഫക്റ്റ് ചെയ്യുന്നത്, അത്തരത്തിലാണ് മനുഷ്യരുടെ ചിന്തകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു പോയിന്റ് കൂടി നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ പ്രകൃതിയെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിന് മുമ്പിൽ നമ്മൾ എത്ര ചെറുതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിനൊരു ഉദാഹരണമായിട്ട് എക്ലിപ്സ് പറയുന്നു. മറ്റൊന്ന്, മനുഷ്യരുടെ മനസ്സ് തന്നെയും നമ്മൾ നിരീക്ഷിക്കുന്ന ഓരോ കാര്യങ്ങളിൽ നിന്നും അതിൽ നിന്ന് ചിന്തകൾ ഇങ്ങനെ വളർന്ന് ഏത് തരത്തിലേക്കൊക്കെ പോകുന്നു, മനുഷ്യരുടെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യവുമാണ് ഈ ഒരു ചാപ്റ്ററുമായിട്ട് നമുക്ക് പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.